ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ബീഹാറിൽ അല്പസമയത്തിനകം തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ആന്ധ്രാപ്രദേശിൽ നാളെ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിന് തുടക്കമായി. നാഥുല പാസിൽ സിക്കിം ഗവർണർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഭാഗമായ ആക്സിയം 4 ബഹിരാകാശ ദൌത്യം വീണ്ടും മാറ്റിവച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം 8ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഇസ്രായേൽ സേന. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ബീഹാറിൽ അല്പസമയത്തിനകം തുടക്കം കുറിക്കും. സിവാൻ ജില്ലയിലെ ജസൌളിയിൽ നടക്കുന്ന പൊതുപരിപാടിയെ അദ്ദേഹം ഉടൻ അഭിസംബോധന ചെയ്യും. റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പാഠലിപുത്ര ഖൊരഗ്പൂർ വന്ദേഭാരത് എക്സ്പ്രസ് എന്നിവയ്ക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. പടിഞ്ഞാറൻ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ജനങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചാണ് പുതിയ വന്ദേഭാരത് സർവീസ് ആരംഭിക്കുന്നത്. 53,600 PM ആവാസ് യോജന ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു ആനുകൂല്യ വിതരണവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിക്കും. നമാമി ഗംഗ പദ്ധതിയുടെ ഭാഗമായ 6 മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒഡീഷയിലെ ബിജെപി സർക്കാരിന്റെ 1ാം വാർഷികാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഭുവനേശ്വറിലെ ജനതാ മൈതാനിലാണ് ചടങ്ങ്. 18,600 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഭുവനേശ്വറിൽ നടക്കുന്ന റോഡ് ഷോയിലും തിരംഗ യാത്രയിലും പങ്കെടുത്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി ചടങ്ങിനായി എത്തുക. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ എത്തി. രാഷ്ട്രപതി നികേതനിൽ വിവിധ പദ്ധതികൾക്ക് ശ്രീമതി മുർമു തുടക്കം കുറിച്ചു. രാഷ്ട്രപതി നികേതനിലെ ആംഫി തിയേറ്റർ, രാഷ്ട്രപതി തപോവൻ, സന്ദർശകർക്ക് വേണ്ടിയുള്ള വിവിധ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രപതി നികേതനും രാഷ്ട്രപതി തപോവനും ഈ മാസം 24 മുതൽ ജനങ്ങൾക്കായി തുറന്നു നൽകും. 132 ഏക്കറിൽ നിർമ്മിക്കുന്ന പ്രസിഡന്റ്സ് പാർക്കിന്റെ ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ശ്രീമതി മുർമു നിർവഹിച്ചു. ഉത്തരാഖണ്ഡ് പോലീസ് മൈതാനിയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാഘോഷ പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ആന്ധ്രാപ്രദേശിൽ നാളെ നടക്കുന്ന യോഗാ ദിന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. വിശാഖപട്ടണത്തെ ആർകെ ബീച്ചിൽ 5 ലക്ഷം പേർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗാന്ധ്ര 2025 യോഗാഭ്യാസ പരിപാടികളിൽ പങ്കുചേരും. कुछ लोग सोचते हैं योग के लिए फ्लेक्सिबिलिटी चाहिए, लेकिन फ्लेक्सिबिलिटी तो सोच में होनी चाहिए ना कोई बंधन, ना कोई बॉडी टाइप. बचपन हो या 55, व्हील चेयर हो या वर्क फ्रॉम होम, योग सबका हक है. योग जीवन से जब जुड़ता है, एक सहज क्रिया बन जाता है, तो वो प्रति पल उसका बेनिफिट देता रहता है. आइए इस 21 जून हम सब हिस्सा बने अंतर्राष्ट्रीय योग दिवस का और करें स्ट्रेच एंड चिल योग के साथ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നാളെ രാജ്യത്തുടനീളം യോഗാ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കൊച്ചിയിൽ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മലപ്പുറം കോട്ടയ്ക്കലിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അതാവലെയും പങ്കെടുക്കും. ഡൽഹിയിലെ ചുവപ്പുകോട്ട, കർത്തവ്യപഥ് തുടങ്ങിയ സുപ്രധാന കേന്ദ്രങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളും യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. കൈലാസ് മാനസ് സരോവർ തീർത്ഥാടനത്തിന് തുടക്കമായി. നാഥുല പാസിൽ സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 36 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിൽ ഉള്ളത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം പുനരാരംഭിക്കുന്നത്. 10 സംഘങ്ങളായാണ് ഇക്കുറി തീർത്ഥാടനം. 10 മുതൽ 12 ദിവസങ്ങൾ വരെയാണ് ഓരോ സംഘത്തിനും വേണ്ടിവരിക. അടുത്ത 15 വർഷത്തിനകം നൂതനാശയ മേഖലയിൽ ഇന്ത്യ വൻ നിക്ഷേപം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നൂതന ആശയങ്ങളുടെ ആഗോള ഹബ്ബായി ഇന്ത്യ അതിവേഗം മാറുമെന്നും ലണ്ടനിൽ സയൻസ് മ്യൂസിയം ഗ്രൂപ്പ് ഡയറക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. സബ്സിഡി, ഗ്രാന്റ് എന്നിവയിലൂടെ സർക്കാർ ഇതിനുള്ള പിന്തുണ നൽകുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഭാഗമായ ആക്സിയം 4 ബഹിരാകാശ ദൌത്യം വീണ്ടും മാറ്റിവച്ചു. ജൂൺ 22-ന് വിക്ഷേപണം നടക്കുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത്. ഓർബിറ്റൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ വിലയിരുത്തുന്നതിന് കൂടുതൽ സമയം ആവശ്യമായ സാഹചര്യത്തിലാണ് ദൌത്യം മാറ്റിവച്ചതെന്ന് നാസ അറിയിച്ചു. ദൌത്യസംഘം ഫ്ളോറിഡയിൽ ക്വാറന്റൈനിൽ തുടരുകയാണ്. ആക്സിയം 4ന്റെ ഭാഗമായ ഫാൽക്കൺ 9 റോക്കറ്റും ഡ്രാഗൺ ബഹിരാകാശ പേടകവും തൃപ്തികരമായ നിലയിലാണെന്നും നാസ അറിയിച്ചു. റഷ്യയിൽ നടന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തോടനുബന്ധിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സൌദി അറേബ്യയിലെ ഗതാഗത ലോജിസ്റ്റിക്സ് സർവീസസ് മന്ത്രി സാലിഹ് അൽജാസറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളിലെയും അടിസ്ഥാന സൌകര്യ പദ്ധതികളെക്കുറിച്ചും മേഖലയിലെ ഗതാഗത ലോജിസ്റ്റിക്സ് ഇടനാഴികളെക്കുറിച്ചും ഇരു നേതാക്കളും ആശയങ്ങൾ പങ്കുവച്ചു. റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സാങ്കേതിക രംഗം ജനകീയവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ അശ്വിനി വൈഷ്ണവ് ചർച്ചയിൽ പ്രത്യേകം പരാമർശിച്ചു. We are trying to harness the power of this new technology in our society. We think that we should democratize technology. The startup ecosystem that we have developed over the last decade, they should get the best of the resources which are available to the researchers and startups anywhere in the world. That's one fundamental way we are thinking. ഇന്ന് ലോക അഭയാർത്ഥി ദിനം. ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്ന് സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നവർക്ക് വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. അഭയാർത്ഥികൾക്ക് ഐക്യദാർഢ്യം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇറാൻ ഇസ്രായേൽ സംഘർഷം 8ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. ഇവ നാശനഷ്ടങ്ങൾ വരുത്തിയതായും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് ലഭിക്കുന്ന വിവരം. വൻ ആഘാതവും വിനാശവും സൃഷ്ടിക്കാൻ ക്ലസ്റ്റർ ബോംബുകൾക്ക് സാധിക്കുമെന്നതിനാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രായേൽ അറിയിച്ചു. ഇറാൻ ഇന്ന് തെക്കൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതായും ഇസ്രായേൽ ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലെത്താൻ താൽപര്യമുള്ള പൌരന്മാർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനായി ഇന്ത്യൻ പൌരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ടെലവീവിലെ ഇന്ത്യൻ എംബസിയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം ശാന്തമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ജർമ്മനി, ഫ്രാൻസ്, UK വിദേശകാര്യമന്ത്രിമാരുമായി ഇന്ന് ജനീവയിൽ കൂടിക്കാഴ്ച നടത്തും. ഇതിന് മുന്നോടിയായി മന്ത്രിതല സംഘം യൂറോപ്യൻ യൂണിയനിലെ ഉന്നത നയതന്ത്രജ്ഞൻ കാജ കാലിസുമായി ചർച്ച നടത്തും. അതേസമയം ഇറാനിൽ ഭരണവ്യവസ്ഥയിലെ മാറ്റം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കൻ സൈനിക ഇടപെടലിനെതിരെയും റഷ്യ ശക്തമായി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഇന്ന് ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30-ന് ആരംഭിക്കും. ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 711 പോയിന്റ് നേട്ടത്തിൽ 82,173-ലും നിഫ്റ്റി 233 പോയിന്റ് നേട്ടത്തിൽ 25,066-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 9,210 രൂപയും പവന് 440 രൂപ കുറഞ്ഞ് 73,680 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് മഴ ദുർബലപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 4 ദിവസം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല. വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ബീഹാറിൽ അല്പസമയത്തിനകം തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ആന്ധ്രാപ്രദേശിൽ നാളെ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിന് തുടക്കമായി. നാഥുല പാസിൽ സിക്കിം ഗവർണർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഭാഗമായ ആക്സിയം 4 ബഹിരാകാശ ദൌത്യം വീണ്ടും മാറ്റിവച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം 8ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഇസ്രായേൽ സേന. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.